വേദിയിലിരിക്കുന്ന അമ്മമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഈ 2 മാസമായിട്ട് ഈ പത്രപ്രവർത്തകരും പലരായിട്ടും പല ദുരിതബാധ പ്രദേശം സന്ദർശിച്ച ആ ഒരു ചെറിയ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനിത് വെള്ളം വലിയായിട്ട് ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലൊന്ന് ഇവിടെ ഈ സുപ്രിയറക്കലിൻ്റെ ഏരിയ തൊട്ട് അന്തരിച്ച സഖാവ് റോക്കി അവരുടെ ആ ഏരിയയിലും പിന്നെ ഈ അരിക്കനേഴം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വളരെ ദുരിതമുണ്ട്. പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയില്ല. ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിന് സമയമെടുക്കും. പിന്നെ ആ വെള്ളം കൂടുതൽ വരുന്ന പട്ടിത്തോട് ഭാഗത്തേക്ക് കയറി നമ്മളുടെ ഏരിയയിലൂടെ വരുന്നത്. അതായത് അത് പടിഞ്ഞാറ് പുഴയിലോട്ട് കയറിയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് ഒന്ന് കാതറിംഗ് കോൺവെന്റിൻ്റെ അവിടെ നിന്ന് കമ്പനിപ്പടി, അതായത് മിഷൻ്റെയൊക്കെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ വളരെ ദുരിതം. അത് വേണമെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ട് അവർക്ക് ഒന്ന് ചിരിക്കാൻ കൂടി പറ്റുന്നില്ല. പലരുടെ വീടുണ്ടോ, എനിക്കറിയാവുന്ന വീടുകളോ പറയണം. വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം. ആ മുറ്റമൊക്കെ കാണണം. പിന്നെ ആ കൂടുതൽ വെള്ളം വരുന്നത് കമ്പനിപ്പറമ്പിൽ നമ്മുടെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടും അപ്പുറത്ത് ഒരു കപ്പേടയുണ്ട്. അതിൻ്റെ ആ ചേച്ചിയുടെ വീടും 2 വർഷമായിട്ടുള്ള വീട് വെച്ചിട്ട് ആ വീടിൻ്റെ അടുക്കള പൊളിഞ്ഞിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പറഞ്ഞു പോകും. അത് ആ വെള്ളം പിന്നെ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിച്ചേട്ടൻ, ജ്യോതിഷ അങ്ങനെയുള്ളവരുടെയൊക്കെ പോയിട്ട് പിന്നെ പോകുന്നത് ചക്കാലൊക്കെ കൺവെൻഷൻ ചേട്ടൻ്റെ വീട് തകർക്കേണ്ടതാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പോകുന്നത് ചേച്ചി, അവർ വീട് വിട്ടു പോയി. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ മനോജിൻ്റെ ഒരു മകനുണ്ട്. അതൊക്കെ വളരെ ദയനീയമാണ്. അവിടെ ആ കുട്ടി വീൽ ചെയറിലിരിക്കുന്ന ആ കുട്ടിക്ക് ഒന്ന് ബാത്റൂമിൽ കൂടി പോകാൻ പറ്റുന്നില്ല. അപ്പുറത്ത് വേറൊരു ചേച്ചി ഇരുന്ന് കരയുന്നു. ഞങ്ങൾ പിന്നെ ഇപ്പോൾ വേറൊരു ചേച്ചി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ ചേച്ചിയുടെ മകള് ജോലിക്ക് പോകുന്നത് രാവിലെ വെളുപ്പിനെ പോകുന്നു എന്ന് വെച്ചാൽ നിധി എടുത്തുകൊണ്ട് പോകുന്നു. ആ ഇരുട്ടിൻ്റെ മറവിൽ ഡ്രസ്സ് മാറിയിട്ടൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ഇരുന്ന് കരഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഷൈനിരുന്ന് കരയുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ ലൈവായിട്ട് കാണുന്നതാണ്. പിന്നെ അടുത്ത വെള്ളം കയറുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ചേച്ചിയിലേക്ക് തെക്ക് സൈഡ് മണിച്ചേട്ടൻ്റെ ചേച്ചിയിലേക്ക് നടുക്കൂടി ഒരു തോടുണ്ട്. അത് തകർന്നു കിടക്കുന്നത്. ആ ഓഫീസൊക്കെ തകർന്നു കിടന്നിട്ട് അത് പോകുന്നത് ഇഷ്ണാദി ധർമ്മൻ. ഞാനെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോഴേ കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ വീടൊക്കെ പോയിക്കിടക്കണേ. ഗണേഷൊക്കെ അവരുടെയൊക്കെ വികാരം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ബാത്റൂമിൽ കൂടി പോകാൻ പറ്റാണ്ട് വീട് വിട്ട് പോയിട്ട് ഒന്നുമില്ല. ആ വീട് എന്തോരം എപ്പോഴും രൂപ മുടക്കിയതാണെന്ന് അവരൊക്കെ. അതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കണേണ്. അതിൻ്റെ അപ്പുറത്ത് ഗിരിവാസൻ ചേട്ടൻ അങ്ങനെയുള്ള പേരൊക്കെ 365 ദിവസം വെള്ളത്തിൽ കിടക്കണേണ്. അതൊക്കെ വളരെ എന്നുവെച്ചാൽ പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തതൊക്കെ പിന്നെ അവിടെ തന്നെ കിടക്കണേണ്. അതിനുശേഷം ഈ വെള്ളം പോകുന്നതെന്ന് വെച്ചാൽ അതിന് മുമ്പൊരു കാര്യമുണ്ട്. അവിടെ ഒരു ഭൂമാഫിയക്കാരൻ കുറേ കുടുംബങ്ങളെ ചൂട് വിലക്ക് കൊടുത്ത് അവിടെ നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ സഹോദരങ്ങളൊക്കെ തന്നെയാണ്. എന്നിട്ട് ആ ആള് ഫ്ലാറ്റും വാങ്ങിച്ച് അദ്ദേഹം സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് വാങ്ങിച്ചോ ദുരിതത്തിൽ കിടക്കുന്നവർ കഷ്ടപ്പെടുകയാണ്. പിന്നെ അതിൻ്റെ വടക്കുവശത്ത് കൂടി വെള്ളം അങ്ങോട്ട് കയറി പോയിട്ട് സേവിച്ചേട്ടൻ ജോളിച്ചേച്ചിയുടെയൊക്കെ വീട്ടിൽ ജോളിച്ചേച്ചി ഇന്റർവ്യൂ പറയുന്നുണ്ട്, മകൻ മരിച്ചത് വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിൽ ഡെങ്കിപ്പനി വന്നിട്ട് ആ നല്ലൊരു വിദ്യാഭ്യാസമുള്ള കുഞ്ഞാണ് മരിച്ചത്. ഇതൊക്കെ എല്ലാം ഓരോരോ യഥാർത്ഥ സംഭവങ്ങളാണ്. അത് ആ വെള്ളം പിന്നെ പോകുന്നത് ശൈല ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. 2 കാലുമില്ല. അന്ന് ഏറ്റവും കൂടുതൽ വേലിയേറ്റം ചെന്ന സമയത്ത് വെളുപ്പിനെ ശൈല ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ചേച്ചിയുടെ കരച്ചിൽ കാണുന്നവരുണ്ട്. അതൊക്കെ ഒന്നും ഇവർക്കൊന്നും നമ്മളെ ഭരിക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ചേച്ചി 2 കാലില്ലാത്ത ചേച്ചിന്ന് കരയണേണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ ചെന്ന് റിപ്പോർട്ടർമാരായിട്ട് ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ചേച്ചി തുടക്കണേന് 2 കാലില്ലാത്ത ചേച്ചി അത് തുടച്ചിട്ട് 10-20 പാറ്റയാണ് അവിടെ ചത്ത് കിടക്കണം. എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇതൊക്കെ പിന്നെയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സച്ചിച്ചേട്ടൻ്റെ വീട്. അവിടെയൊക്കെ ഒരാൾക്കൊരു ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ രവിച്ചേട്ടൻ്റെയൊക്കെ അവിടെ ഒരു വെള്ളം കയറുന്ന ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ രവിച്ചേട്ടൻ്റെയും മണിച്ചേട്ടൻ്റെ ഇടയിൽ ഈ
സേവറേട്ടൻ്റെ ഒക്കെ വീടുണ്ട് കുറ്റിക്കാട്ട് ജോസ് ചേട്ടനൊക്കെ. അവർക്കെന്നൊക്കെ പറഞ്ഞ് തെക്കോട്ടും പോകാൻ പറ്റില്ല, വടക്കോട്ടും പോകാൻ പറ്റില്ല. തെക്കോട്ട് പോയാലും വെള്ളം, വടക്കോട്ട് പോയാലും വെള്ളമാണ്. ദുരിതം എന്ന് പറഞ്ഞ ദുരിതം. ഈ രവിച്ചേട്ടൻ്റെ ഒക്കെ അവിടെ കൂടി തന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ചക്കാലൊക്കെ ചിലവനക്കനാണ് തോട് അതിലൂടെ വന്നത്. ആദ്യം വരുന്നത് ദിബിയുടെ വീട് ആസാദ്, അതായത് നമ്മുടെ സൊസൈറ്റിയിലെ തിലകൻ ചേട്ടൻ്റെ വീടിൻ്റെ വാതിക്കൽ കരിക്കട്ട വെള്ളം. ആ വെള്ളം ചുറ്റും റൗണ്ട് അടിക്കണം. ആ വീടിന് ചുറ്റും റൗണ്ട് അടിച്ച് വിനുരാജ് അങ്ങനെയൊക്കെ പോയിട്ട് അത് ചാണകമാണ് കംപ്ലീറ്റ്. ഇതൊക്കെ ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല, ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ പച്ചക്ക് പറയണേണ്. പിന്നെ ഉണ്ട് സുപ്രൻ ചേട്ടൻ്റെ വീടും മുരളിച്ചേട്ടൻ്റെ വീടൊക്കെ അവർക്ക് കുടിക്കാനൊന്നും പറ്റുന്നില്ല. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് സുബ്രൻ ചേട്ടൻ്റെ മക്കളുണ്ട്, മിണ്ടപ്രാണികളാണ് അവർക്കൊക്കെ ഒന്നും പറയാനും കൂടി പറ്റുന്നില്ല. പിന്നെ ആ വെള്ളം കയറുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള റുഡോൾഫ് മെൻഡസിൻ്റെ അത് ഒരു പലക തുറന്നിട്ടേക്കണേ. ആ ഒരു പലക വെച്ച് കഴിഞ്ഞാൽ അംബേദ്കർ റോഡിൽ വെള്ളം ഇപ്പം കുറവേ വരുവുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനെപ്പറ്റിയൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ വെള്ളം കൂടുതൽ വരുന്നത് ചെട്ടിപ്പാടം, 52 ഏക്കർ ചെട്ടിപ്പാടത്തിൽ നിന്ന് അമിതമായി വെള്ളം കയറ്റിയിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ അമിത ചേച്ചിയുടെ വീടൊക്കെ പോയി കാണണം. ആ ചേച്ചി ആ കുടുംബം വിട്ടു പോയി. കരിക്കളറ് വെള്ളമാണ്. ചിത്തിര ചേച്ചി, മത്സരി ചേച്ചി എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം ഞാൻ പോയി കണ്ടിട്ടില്ല. അഴുക്കാണ്. ഞാനൊക്കെ കുഞ്ഞുനാളിൽ കളിച്ചു കിടന്ന സ്ഥലങ്ങളാണ്. അഴുക്കിന് പിന്നെ പോകുന്നതാണ് കൊളംബസ് റോഡിൽ കൂടി അറ്റം വരെ പോകുന്നുണ്ട്. പക്ഷെ പ്രതികരണ ശേഷിയില്ല, കുറവാണ്. ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ പോകുന്നു പറഞ്ഞ് ചിലവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. പിന്നെ ഈ 52 ഏക്കർ ചെട്ടിപ്പാടം ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്നാണ്. അവിടെ റാഫേൽ കുഞ്ഞുമോന്നും പറഞ്ഞൊരു വീടുണ്ട്. 4 ആത്മാക്കൾ താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ. ആരും ഈ ഇടക്കൊച്ചിൽ ഇത്രയും പൊളിഞ്ഞൊരു വീട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പല ഓഫീസർമാരെയും ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ ചെട്ടിപ്പാളത്തിൻ്റെ അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ആ വീട് പൊളിഞ്ഞിരിക്കണേന്. എന്നെങ്കിലും അവിടെ ഒരു ദുരിതം വരും. അത് വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥന. അത് ദൈവത്തിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് അവിടെ ആ ജീവൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉത്തരവാദിയായത് കളപ്പുരക്കൽ ടോണി വിൻസി ഫ്രാൻസിസ്. അവിടെ എന്തെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അതിന് അവര് കാരാഗ്രഹത്തിൽ പോകേണ്ടി വരും. ഞാൻ ഇത് തമാശ പറയുന്നതല്ല, ഇത് ഭാവിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടി പറയുകയാണ്. പിന്നെ നമുക്കുള്ള ദുരിതം എന്ന് പറഞ്ഞാൽ 27 ഏക്കർ ഫാമുണ്ട്. ഫാമിലൊക്കെ മുൻ MLA ഒക്കെ അവർക്ക് 70 ലക്ഷം അങ്ങനെയൊക്കെയാണ് അനുവദിച്ചു കൊടുക്കണം. ഈ ഫാമിൽ അവര് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പണിത് വെച്ചേക്കുന്നത്. അതിൽ ഈ തോന്നുന്ന ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസും ഉണ്ട്. എന്തിനെന്ന് ഇതൊക്കെ അതിലാണ് വെള്ളവും അധികം കയറ്റില്ല. മീനൊക്കെ സുഭിക്ഷമായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അത് അങ്ങനെ. അവിടെ ഈ വെള്ളമൊക്കെ കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇത്തിരി ആശ്വാസം കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഞാൻ നിർത്തുന്നു. അനുഭവങ്ങൾ